അമ്മയുടെ ഉപനിഷത്ത്, അതാണ് അമൃതോപനിഷത്ത്. ഞാൻ വിശേഷിപ്പിക്കുന്നു അതിനെ അമൃതോപനിഷത്ത്. ഈ അമൃതോപനിഷത്ത് വാചക കസർത്തല്ല, കൃത്യമായ പ്രവൃത്തി പഥമാണ്. ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. അതൊക്കെ നമ്മുടെ ഓപ്ഷൻ പോലാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് അഹന്ത കൂടാം. നമ്മൾ പഠിപ്പിക്കാനായിട്ട് പിറവി കൊണ്ട ഒരാളാണെന്ന് നമുക്ക് തോന്നാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെ സർവേശ്വരന് പോലും ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റത്തില്ല. അത് കട്ടിയായ ഒരു സംസ്കാരമാണ്, വാസനയാണ്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കാം, അടുത്ത ജന്മമെങ്കിലും രക്ഷപ്പെടാം. രണ്ടുമാകാം. ഈ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അത് പലപ്പോഴും ദുസ്വാതന്ത്ര്യമാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. പഠിപ്പിക്കാനാണ് പലർക്കും താല്പര്യം. ഞാൻ എന്നെ ഒഴിവാക്കിയിട്ടല്ല പറയുന്നത്. പഠിപ്പിക്കുന്നവന് പഠിക്കാൻ ബുദ്ധിമുട്ടുമാണ്, പ്രത്യേകിച്ചൊരു പ്രായം കഴിഞ്ഞാൽ. പക്ഷെ അമ്മ പറയുന്നു, പഠിച്ചവനെ പഠിപ്പിക്കാൻ സാധിക്കൂ. പഠിക്കാതെ പഠിപ്പിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ രാമായണ മാസം ആഘോഷിക്കുന്നു, ഗുരുപൂർണിമ ആഘോഷിക്കുന്നു, വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നു. അതൊക്കെ നമ്മളുടെ ഒരു അനുഭവത്തിൽ കേവലം ആഘോഷങ്ങളായിട്ട് മാത്രം നിലകൊള്ളുന്നു. അതിൻ്റെ അന്തസത്ത നമ്മൾ സ്വാംശീകരിക്കുന്നില്ല. ശരിയായ സ്വാംശീകരണത്തിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഉത്സവപ്പറമ്പിൽ, ഉത്സവത്തിൻ്റെ കോലാഹലങ്ങളിൽ, ബഹളങ്ങളിൽ, ചെണ്ടകൊട്ടും വേലയും ആനയും ബലൂണും ആൾക്കാരുടെ ബഹളവും, ഈ ബഹളത്തിൽ എത്ര ആൾക്കാർ ദേവനെ സ്മരിക്കും എന്നുള്ളതാണ്. ഇതുപോലെയാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചമാകുന്ന ഉത്സവം. ഇതിൽ നമ്മൾ ദേവനെ വിസ്മരിക്കുന്നു. ദേവനെ വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ പ്രകാശമായിരിക്കുന്ന നമ്മളെ തന്നെ നമ്മൾ വിസ്മരിക്കുന്നു. പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്, യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്നുള്ളത്. ആരുടെ ഒരു സ്മരണ കൊണ്ട് സംസാരബന്ധമില്ലാതാകുന്നുവോ ആ വിഷ്ണുവിന് നമസ്കാരം. അപ്പോൾ പല ആൾക്കാരും അവകാശപ്പെടും, ഞങ്ങളൊക്കെ എത്രയോ സ്മരിച്ചിരിക്കുന്നു, ഗുരുവായൂരപ്പനെ സ്മരിച്ചിട്ടുണ്ട്, അമ്മയെ സ്മരിച്ചിട്ടുണ്ട്, പല ഗുരുക്കന്മാരെയും സ്മരിച്ചിട്ടുണ്ട്, കുരുക്കന്മാരെ സ്മരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംസാരബന്ധമില്ലാതാകുന്നില്ല? ഇവിടെ സ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ പൂർണ്ണമായ ഏകാഗ്രതയാണ്. മറ്റൊരു വസ്തുക്കളെയും ചിന്തിക്കാതെ, മറ്റൊരു വസ്തുവിനെ പറ്റിപ്പോലും ചിന്തിക്കാതെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമുക്ക് നമ്മളിൽ നിൽക്കാൻ സാധിച്ചാൽ നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം സഫലീകരിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്രയധികം ദുർബലമാണ് നമ്മുടെ ഏകാഗ്രത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് വാസ്തവത്തിൽ യുക്തി. 1000 അയുക്തികൾ കൊണ്ടും ഒരു യുക്തി ഇല്ലാതാവുന്നില്ല. 1000 അയുക്തികൾ പറഞ്ഞാലും ഒരു യുക്തിയെ വാസ്തവത്തിൽ നിരാകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ സ്മരണ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ വിഷ്ണുവായി തീരുന്ന അവസ്ഥയാണ്. രാമായണ മാസവും നമ്മൾ ആചരിച്ചു. രാമായണം, രാമന് മംഗളം എന്നർത്ഥം. രാമായ ണം മംഗളം എന്നതിനെ വ്യാഖ്യാനിക്കാം. രാമേണ പ്രതിഹന്യതേ കലിമലം എന്ന് പറയും. കലിദോഷത്തെ, കലിദോഷം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ദോഷം അർത്ഥം.
കലിദോഷത്തെ രാമസ്മരണ ഇല്ലാതാക്കുന്നു. രാമൻ പ്രപഞ്ചീശ്വരൻ ആണ്. രാമ എന്ന ശബ്ദം തിരിച്ചിട്ടാൽ എന്താകും? മാര എന്നാകും. മാര എന്ന് പറഞ്ഞാൽ മായ. മായക്കതീതൻ രാമൻ. രാമനെ അനുസ്മരിച്ചാൽ നമ്മൾ കാമത്തിനെ അതിജീവിക്കും. രാമേണ പ്രതിഹന്യതേ കലിമലം. മരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവികസിത ബുദ്ധി. മരത്തിന് ബുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ 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 അവികസിതമാണ് മരത്തിൻ്റെ ബുദ്ധി. ആ സ്ഥാനത്ത് വിവേകബുദ്ധി ആർക്കുണ്ടാകുന്നുവോ അവൻ രാമൻ. വിവേകബുദ്ധിയുള്ളവൻ രാമൻ. രാമൻ ജീവിതത്തിൽ ഒരിക്കലും പ്രക്ഷുബ്ധനായി കാണപ്പെടുന്നില്ല, ഒരിക്കൽ പോലും. രാമൻ സീതയെ എന്തിനുപേക്ഷിച്ചു? ഓരോരുത്തരുടെ ചോദ്യമാണ്. അഭേദാഹിമയാ സീത എന്നാണ് ശ്രീരാമൻ തന്നെ പറയുന്നത്. ഞാനും സീതയും ഒന്ന് തന്നെയാണ്. നമുക്ക് തോന്നുകയാണ് ഉപേക്ഷിച്ചു എന്നുള്ളത്. അവിടെ ഉപേക്ഷിക്കലൊന്നുമില്ല. അത് വാസ്തവത്തിലൊരു അവതാര നാടകത്തിൻ്റെ ഭാഗം മാത്രമാണ്. അവിടെ ഉപേക്ഷിക്കലൊന്നുമില്ല. അത് നമ്മൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന കഥകളാണ്. അമ്മ പലപ്പോഴും പറയും, എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈശ്വരൻ ഇത്രയധികം ദുഃഖം എന്തിനു നൽകുന്നു? ഒന്ന്, നമുക്ക് വാസ്തവത്തിൽ ഇങ്ങനെ വാദിക്കാൻ യാതൊരു യുക്തിയുമില്ല. കാരണം ഈശ്വരൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദുഃഖങ്ങളെല്ലാം നമ്മുടെ തലമണ്ടയിലേക്ക് ഇടുന്നതായിട്ട് ഒരാളും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ശാസ്ത്രവും പറയുന്നില്ല. അപ്പോൾ ഈ ചോദ്യത്തിന് ഉപോദ്ബലകമായിട്ട് വാസ്തവത്തിൽ യാതൊരു പ്രമാണങ്ങളുമില്ല. ഈശ്വരൻ ദുഃഖം തരുന്ന ആളാണെന്ന് ഒരു ആധ്യാത്മിക ശാസ്ത്രവും പറയുന്നില്ല. പക്ഷേ ദിനം കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവും, ദിനം കഴിഞ്ഞിട്ട് രാത്രി ഉണ്ടാവരുതെന്ന് ഒരാൾക്ക് നിർബന്ധിക്കാനോ ശഠിക്കാനോ സാധിക്കത്തില്ല. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും. സുഖത്തിനും ദുഃഖത്തിനും അപ്പുറം പോകാൻ ഉള്ള വിദ്യയാണ് ആധ്യാത്മിക വിദ്യ. ഈ ആധ്യാത്മിക വിദ്യയാണ് അമ്മ ഉപദേശിക്കുന്നത്. ഈ വിദ്യയാണ് ഭഗവാൻ കൃഷ്ണൻ പാർത്ഥന് അർജുനന് ഉപദേശിക്കുന്നത്. ഈ ആധ്യാത്മിക വിദ്യ സ്വജീവിതത്തിൽ സ്വാംശീകരിച്ച് മുന്നേറാൻ, ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.